ബ്രേക്കിംഗിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാൻ മലയാളിയെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ. ഇടുക്കി കട്ടപ്പന സ്വദേശി കെ എ ജോയിയാണ് 2018 കൊലപ്പെടുത്തിയത്. വാഹനം ഇടിപ്പിച്ചായിരുന്നു അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന് മകൻ അനീഷ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഭീഷണിയെ തുടർന്ന് കുടുംബത്തിന് ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. തട്ടിയെടുത്ത ഭൂമിക്ക് നിലവിൽ മതിപ്പുവില കോടിയിലേറെയാണെന്നും ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമ പോരാട്ടം ആരംഭിച്ചതായും അനീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. കെ വി ബൈജു കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ധർമ്മസ്ഥലയിൽ നിന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ, ഈ കൂട്ടക്കൊലപാതക പരമ്പരയിൽ നടപടിയെടുക്കാതെ, കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കാതെ നമ്മൾ ഈ വാർത്തയിൽ നിന്ന് പിന്മാറില്ല എന്ന് തുടക്കത്തിലെ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ ഇതാ ഒരു മലയാളി അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതും 2018 എന്ന പുതിയ വിവരം. ഭൂമി തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് തന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന് മകൻ തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തുന്ന സാഹചര്യം. വിശദാംശങ്ങൾ. തീർച്ചയായും 2018 ഈ സംഭവം നടന്നതെന്നാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. 2018 ഏപ്രിൽ 5 ഇത്തരത്തിൽ വാഹനം ഇടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് കെ ജെ ജോയിയെ. ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുൻപ് കുടിയേറ്റക്കാരായി ഇവിടെ എത്തിയതാണ്. ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്ന ആരോപണമാണ് മകൻ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും അനീഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അനീഷാണ് ഇവിടെ നിന്നും പലായനം ചെയ്ത് ഇന്ന് ആദ്യമായാണ് ഇപ്പോൾ അനീഷ് ഈ നാട്ടിലെത്തുന്നത്. പ്രധാനമായും നമ്മുടെ ഈ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആ ഒരു ധൈര്യം, പിന്നെ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ആ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം, ഇതാണ് അനീഷിനെ ഇപ്പോൾ വീണ്ടും നിയമ പോരാട്ടത്തിനും മറ്റുമായി എല്ലാം ഇവിടെ എത്താൻ കാരണം. ഏതായാലും അനീഷോട് തന്നെ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. എന്താണ് ഈ 2018 അച്ഛന് സംഭവിച്ചത്? എൻ്റെ അച്ഛനെ 2018 ആക്സിഡന്റ് ചെയ്താണ് എൻ്റെ അച്ഛനെ കൊല്ലുന്നത്. സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്. ഞാനൊക്കെ ജനിച്ചു വളർന്നത് ധർമ്മസ്ഥലത്താണ്. ധർമ്മസ്ഥലം വില്ലേജിൽ പുളിഞ്ചിലോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനൊക്കെ ജനിച്ചു വളർന്ന സ്ഥലം. ജനിച്ചതും എല്ലാം അവിടെയായിരുന്നു. എൻ്റെ വല്യപ്പനൊക്കെയായിട്ട് ഒരു 10-50 വർഷം മുമ്പ് കുടിയേറ്റക്കാരായിട്ട് ധർമ്മസ്ഥലത്ത് വന്ന് താമസിക്കുന്നവരാണ്. അവിടെ ഈ ആദ്യകാലങ്ങളിൽ ലെമൺ ഗ്രാസ്, പുൽത്തൈലം എന്ന് പറയും, ഈ പുൽത്തൈലം എടുത്ത് ജീവിച്ച ആൾക്കാരാണ് എൻ്റെ വല്യപ്പനൊക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളെല്ലാം തുടങ്ങി. റബ്ബറായി. ആദ്യം കുറച്ച് നെൽകൃഷി നടത്തി. അത് കഴിഞ്ഞിട്ട് റബ്ബർ, പിന്നെ കശുവണ്ടി, ഇങ്ങനെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ നടത്തി വന്നതാണ്. അന്ന് ആദ്യകാലങ്ങളിൽ വന്ന് ഈ സ്ഥലം വെട്ടിപ്പിടിച്ച് എടുത്ത് താമസിക്കുന്ന രീതിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് പട്ടയം ആക്കി കൊടുക്കുന്ന രീതിയായിരുന്നു. അങ്ങനെ ആ സ്ഥലത്തിന് ഒരു 20 ഏക്കർ സംതിങ് സ്ഥലത്തിന് ആദ്യം പട്ടയമായി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന സ്ഥലത്തിന് പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 20 ഏക്കർ സ്ഥലത്തിന് പിന്നെയും പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 20 ഏക്കർ സ്ഥലത്തിന് ആദ്യം പട്ടയമായ 20 ഏക്കർ സ്ഥലത്തിന് വേണ്ടിയിട്ടായിരുന്നു. റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം. ഒരു 1/2 കിലോമീറ്ററിലധികം റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ടോർച്ചർ ഇവർ തുടങ്ങുന്നത്. ഈ സ്ഥലം നമുക്ക് വേണമെന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. എൻ്റെ വല്യപ്പനെ അന്ന് ഈ ധർമ്മസ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേഷൻ ഇല്ല ആ കാലങ്ങളിൽ. അന്ന് അവരുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ധർമ്മസ്ഥല വീട് എന്ന് പറയുന്നതാണ് ഈ സ്റ്റേഷനായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എൻ്റെ വല്യപ്പനെ ഒരു രാത്രി മുഴുവനും അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് എൻ്റെ വല്യപ്പനെ. ഇതൊക്കെ എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അറിവുകളാണ് എനിക്ക് മൊത്തം. അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. രാവിലെ നേരം വെളുക്കുന്നവരെ എൻ്റെ വല്യപ്പനെ അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട്. കാരണം വെറും ചെറിയൊരു റീസണാണ്. ഒരു കന്നാലി ഇടിവെട്ടി നമ്മുടെ പറമ്പിൽ ചത്തതാണ് പ്രശ്നം. ഇവർ ആ ഒരു റീസൺ പറഞ്ഞിട്ടാണ് എൻ്റെ വല്യപ്പനെ കൊണ്ടുപോയിട്ട് അടിക്കുന്നതും. എന്നിട്ടും അവിടുന്ന് പറയുന്നത് സ്ഥലം ഞങ്ങൾക്ക് താന്ന് തന്നെയാണ് എൻ്റെ വല്യപ്പൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം എൻ്റെ വല്യപ്പൻ പറഞ്ഞു, സ്ഥലം ഒരിക്കലും ഞാൻ തരികയില്ല. എനിക്ക് 12 പേര് മക്കളുണ്ട്. എൻ്റെ വല്യപ്പന് 12 പേര് മക്കളാണ്. എൻ്റെ പപ്പായുടെ ചേട്ടന്മാർ പെങ്ങന്മാരെല്ലാവരും 12 പേരുണ്ട്. അത് നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല, സ്ഥലം ഒരിക്കലും ഞാൻ തരികയില്ല. അത് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതെന്ന് എൻ്റെ വല്യപ്പൻ അന്നേ പറഞ്ഞായിരുന്നു. എന്നിട്ട് അത് അവിടെ ആ സ്ഥലം അങ്ങനെ തന്നെ അവിടെ തന്നെ നിലനിന്നു. പിന്നെ ഇവരുടെ ടോർച്ചറുകൾ പിന്നെ നടന്നുകൊണ്ടുണ്ടായിരുന്നു. അതൊന്നും ഇവർ ആരും അത്ര വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് കാലങ്ങൾ പോയി സ്ഥലമെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയി. പിന്നെ കുറച്ചുകൂടെ അവിടെ സ്ഥലങ്ങളെല്ലാം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ആ സമയത്താണ് അവിടെ ധർമ്മസ്ഥലത്ത് കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പപ്പ ഈ ഗോലി സോഡ എന്ന് പറയും, സോഡ ഫാക്ടറി തുടങ്ങുന്നു. അതിൻ്റെ അകത്ത് അവിടെ കഞ്ഞി, ഓംലേറ്റ്, അങ്ങനത്തെ സംഭവം എല്ലാം തുടങ്ങുന്നു. അന്നേരമാണ് അവിടെ തുടങ്ങിയ സമയത്താണ് അവിടെ ഈ ധർമ്മസ്ഥലത്തിൻ്റെ ഫുള്ള് ലാൻഡ് ലിങ്ക്സ് ഇടപാടുകൾ നടത്തുന്ന
സുഭാഷ് എന്നും പറഞ്ഞ ഒരുത്തൻ അവിടെ വന്ന് എൻ്റെ പപ്പയുടെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് ചോദിക്കുന്നു. ആദ്യമൊക്കെ ഭീഷണിയായിരുന്നെങ്കിൽ ഈ നമ്മൾ ഹോട്ടലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തായി, അവിടെ വന്നിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കുന്നോ വിൽക്കുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പം എൻ്റെ പപ്പ എന്താക്കി വീട്ടിൽ വന്നിട്ട് എൻ്റെ വല്യപ്പൻ്റെ അടുത്തും ചേട്ടനിമാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. ഏതൊക്കെയാലും ഇവരുടെ ടോർച്ചറാണ് കാര്യങ്ങൾ. പിന്നെ എന്തിനാ ഇങ്ങനെ ഇവിടെ, എന്നാൽ പിന്നെ കൊടുത്തേക്കാന്ന് തീരുമാനിക്കുന്നു. 21 ലക്ഷത്തിന് സംസാരിക്കുന്നു. 21 ലക്ഷം പോയി. പിന്നെ ലാസ്റ്റ് അത് വെറും 18 ലക്ഷം രൂപയ്ക്കാണ് അന്ന് കച്ചവടം നടക്കുന്നത്. ആ സ്ഥലം 18 ലക്ഷത്തിന് കച്ചവടം ആവുന്നു. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തം ഇടപാട് നടത്തിയത് എൻ്റെ പപ്പായ. എൻ്റെ പപ്പയുടെ പേര് KJ ജോയി. എൻ്റെ പപ്പായാണ് ഈ സ്ഥലത്തിൻ്റെ മൊത്തം ഇടപാടും കാര്യങ്ങളും നടത്തിയേക്കുന്നത്. എന്നിട്ടാണ് ഇവർ സ്ഥലം എല്ലാം അന്ന് ഡോക്യുമെന്റ്സ് ആയി കിടന്ന സ്ഥലം മൊത്തം ഇവർക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും കേരളത്തിലോട്ട് കുറേ പേര് പോയി. എൻ്റെ പപ്പായ്ക്ക് മാത്രം ഇവിടെ ഹോട്ടലുണ്ടായിരുന്നു എൻ്റെ പേരിൽ, ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെറിയൊരു സ്ഥലം മേടിച്ച് അവിടെ താമസം തുടങ്ങി. അത് എൻ്റെ പപ്പായ്ക്ക് എന്താ ഈ അന്നേരം അവിടെ ഈ ആയുർവേദ ചികിത്സയുണ്ട്. കാരണം എൻ്റെ വല്യപ്പൻ്റെ അപ്പനൊക്കെ ആയിട്ട് ആയുർവേദ ചികിത്സക്കാരായിരുന്നു. എല്ലാ ചികിത്സകളും എൻ്റെ പപ്പായ്ക്കും അറിയായിരുന്നു, എല്ലാ ചികിത്സകളും. അങ്ങനെ എൻ്റെ പപ്പ എന്തായി ചികിത്സാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അത് ഇവിടെ കർണാടകയിൽ ഒരു നിയമമുണ്ട്, അക്രമസക്രമം എന്നും പറഞ്ഞ്. ആ അക്രമസക്രമത്തിലാണ് ആ 20 ഏക്കർ സ്ഥലം കിടന്നത്. ബാക്കി ഉണ്ടായിരുന്ന 20 ഏക്കർ സ്ഥലം കിടന്നത്. അത് ആ 20 വർഷം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആരുടെ എല്ലാം പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ പേര് ഓട്ടോമാറ്റിക്കലി അത് ഡോക്യുമെന്റ്സ് ആയി, റെഡിയായി. ഇത് റെഡിയായി എന്ന് അറിഞ്ഞപ്പം പിന്നെയും ഫീൽഡിൽ വന്നു ഇതേ സുഭാഷ് തന്നെ. പപ്പായെ വിളിക്കുന്നു. അത് ഡോക്യുമെന്റ്സ് ആയി കിടക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് എഴുതി, അവരെ വിളിച്ചുകൊണ്ട് വന്ന് എഴുതി തരണം. കാരണം ഇതിന്റെ ഉത്തരവാദിത്തം മൊത്തം എൻ്റെ പപ്പായുടെ പേര് കയ്യിലെ തലയായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്തം മൊത്തം ഏൽപ്പിച്ചിരുന്നത്. പപ്പ പറഞ്ഞില്ല. അത് ഏതൊക്കെയാലും അന്ന് 20 ഏക്കർ സ്ഥലം ഞങ്ങൾ 18 ലക്ഷം രൂപയ്ക്ക് തന്നു. ഇനി ഏതൊക്കെയാലും ബാക്കിയുള്ള 20 സെന്റാണോ 20 ഏക്കറിനാണോ? ബാക്കിയുള്ള 20 ഏക്കറിനായിരുന്നു പ്രശ്നം തുടങ്ങിയത്. ഇല്ല, തെരിയാലെന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ കിടന്നു. ലാസ്റ്റ് അതിൽ ആ 20 ഏക്കറിൽ 4 ഏക്കർ 37 സെന്റ് സ്ഥലമുണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട്. അതിൽ തന്നെ ഉള്ളതാണ് ഡോക്യുമെന്റ്സും പേപ്പറുകൾ കാര്യങ്ങളെല്ലാം വിത്ത് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടത്. ആ സ്ഥലത്തിന് അത് എൻ്റെ പപ്പയുടെ അനിയൻ്റെ പേര് കിടന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പായും എൻ്റെ പപ്പയുടെ അനിയനും എല്ലാവരും കൂടെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഏതൊക്കെയാലും സ്ഥലമില്ല. സ്ഥലം അവർ കൈവശപ്പെടുത്തി വെച്ചേക്കും. എന്നാൽ പിന്നെ അതിന് ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് ഇവർ ലോൺ എടുക്കാൻ പോകുന്നു. ഈ ലോൺ എടുക്കാൻ വേണ്ടി പോയ ബാങ്കിലെ ഏതോ ഒരു സ്റ്റാഫ് ഇവർക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തു, KJ ജോയി ഈ സ്ഥലത്തിന് ഡോക്യുമെന്റ്സുമായിട്ട് ലോണിന് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നെയും ഈ സുഭാഷ് ഭീഷണിയായിട്ട് വരുന്നു. ഇത് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ചെയ്തേക്കുന്ന ഈ സുഭാഷ് എന്ന് പറഞ്ഞ ആളാണ്. ഈ സുഭാഷ് പിന്നെ ഭീഷണിയായിട്ട് എൻ്റെ പപ്പായെ വിളിക്കുന്നു. പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സുഭാഷിനെ ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഈ സുഭാഷിനെ എനിക്ക് അറിയത്ത് പോലില്ല. പപ്പ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു സുഭാഷ് വിളിക്കുന്നുണ്ട്, ധർമ്മസ്ഥലത്ത് നിന്ന് സുഭാഷ് വിളിക്കുന്നുണ്ട്. പപ്പ എപ്പോഴും വീട്ടിൽ പറയുന്ന കാര്യമായിരുന്നു, സുഭാഷ് വിളിക്കുന്നുണ്ട്, സ്ഥലം എഴുതി തരാൻ പറയുന്നുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. എന്നിട്ടാണ് സുഭാഷ് പിന്നെ വിളിക്കുന്നു, അത് എല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം ആയി കിടക്കുക, നിങ്ങൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് വന്ന് എഴുതി തരണം, നിങ്ങൾ ലോൺ എടുക്കാൻ പോയിട്ടുണ്ടെന്നല്ലേ സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, നിങ്ങൾ പെട്ടെന്ന് സ്ഥലം വന്ന് എഴുതി തരണം. എന്നാലും എൻ്റെ പപ്പ അത് മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് ആ ലോൺ എടുക്കുന്ന അത് അവർ പോയത് പിന്നെ അവിടെ തന്നെ നിർത്തിവെച്ചു. പിന്നെ അതിൻ്റെ പുറകെ പപ്പ പോയിട്ടില്ല. ലോൺ എടുക്കാൻ പിന്നെ പപ്പ അതിൻ്റെ പുറകെ പിന്നെ പോയില്ല. പപ്പ ചികിത്സയായിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. മൂടുബദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് മുൻകൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു തളർവാദ രോഗിനെ ചികിത്സിക്കാൻ പോകുമായിരുന്നു പപ്പ. അത് ആയുർവേദ ചികിത്സ പ്രകാരം ഒരു സൈഡ് മൊത്തം തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യം വീട്ടിൽ വരുമായിരുന്നു അവർ. അപ്പോൾ അവർ കുറച്ച് പാവപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറ്റില്ല, കാരണം 10-50 കിലോമീറ്റർ ദൂരമുണ്ട്, നിങ്ങൾക്ക് വന്ന് ചികിത്സിക്കാൻ പറ്റുമോ, അതിൻ്റെ എന്താ ചാർജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തരാം. അങ്ങനെ പപ്പായ്ക്ക് ബൈക്ക് ഉണ്ടായിരുന്നു, ഹോണ്ട ഷൈൻ എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കിൽ അവിടെ പോയി ചികിത്സിക്കും, അവിടെ എണ്ണ കൊടുക്കും, അത് തിരുമ്മി മസാജ് ചെയ്ത് കിഴി പിടിക്കുമായിരുന്നു. കിഴിയെല്ലാം പിടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം പപ്പ അവിടെ പോയി, രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷമാണ് പോകുന്നത്. പപ്പ വീട്ടിൽ നിന്ന് പോകുന്നു. അവിടെ പോയിട്ട് അവിടുന്ന് ചികിത്സയും കഴിഞ്ഞ് പപ്പ അവിടുന്ന് നേരെ തിരിച്ചു വരുമ്പോഴാണ് അവിടെ അന്ന് പപ്പയ്ക്ക് പൈസ കിട്ടാനും ഉണ്ടായിരുന്നു, ഒരു 8000 രൂപ പൈസയും കിട്ടാനുണ്ടായിരുന്നു അവിടെ. ആ പൈസയും മേടിച്ച് അവിടുന്ന് പപ്പ തിരിച്ചു വരുന്ന വഴിക്കാണ് പപ്പായെ ഒരു നീല പർദ്ദ കെട്ടിയ ഒരു വണ്ടി പപ്പായെ ഇടിക്കുന്നു. പപ്പ റോഡിൽ തന്നെ മരിക്കുന്നു. അവിടെ ഓൺ ദി സ്പോട്ടിൽ തന്നെ പപ്പ മരിക്കുന്നു. അവിടെ ഒരു പെൺകുട്ടി കണ്ടതാ. ആ പെൺകുട്ടി ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റും പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു നീല പർദ്ദ കെട്ടിയ ഒരു വണ്ടി ഇയാളെ വന്ന് ഇടിച്ചിട്ട് അവിടുന്ന് തിരിച്ചിട്ട് പോയി
തിരിച്ചുകൊണ്ട് പോയി. ഇടിച്ചിട്ട് അവിടുന്ന് തിരിച്ചുകൊണ്ട് പോയി, നേരെ പോയില്ല, വണ്ടി അവിടുന്ന് തിരിച്ചുകൊണ്ട് പോയി. അതായത് മനഃപൂർവ്വം ഇടിക്കാൻ വന്നതെന്നാണ്. മനഃപൂർവ്വം ഇടിച്ചിട്ട് അവിടുന്ന് തന്നെ തിരിച്ചുകൊണ്ട് പോയി ആ പെൺകുട്ടി പറഞ്ഞതാണ്. പപ്പ റോഡിൽ കിടന്ന് തുള്ളി തെറിക്കുന്നുണ്ടായിരുന്നു, റോഡിൽ കിടന്നിട്ട് മരണവെപ്രാളത്തിൽ തുള്ളി. അവൾ കൃത്യമായിട്ട് ആ പെൺകുട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. ആ പെൺകുട്ടി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വെച്ച് അവിടെ തന്നെ ബെളുവായി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ CC ക്യാമറയുണ്ട്. ആ CC ക്യാമറയ്ക്കകത്ത് ഇവർ ചെക്ക് ചെയ്തു, പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ചെക്ക് ചെയ്തപ്പം പപ്പയുടെ ഹോണ്ട ഷൈൻ ബൈക്ക് പാസ്സാവുന്നു, ഒരു നീല പടുത കിട്ടിയ വണ്ടി പപ്പയുടെ പുറകെ പാസ്സാവുന്നു. ഇതെല്ലാം ആ CC ക്യാമറയ്ക്കകത്തുമുണ്ട്, സംഭവമുണ്ട്. എന്നിട്ടും ഇവരെന്താക്കി ആ വണ്ടി അതൊന്നും ഇവർക്ക് മനസ്സിലായി. ഈ വണ്ടി 2 ദിവസം സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചു. മൂടുഭദ്ര സ്റ്റേഷനിൽ ഈ വണ്ടി 2 ദിവസം കൊണ്ടുപോയി വെച്ചു, ഈ ടെമ്പോ. എന്നിട്ട് ഈ വണ്ടി അവിടുന്ന് വെറുതെ തിരിച്ചു പറഞ്ഞു വിട്ടു. കേസെടുത്തില്ല ഇവര്. എന്താണ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പോയി, ഞാൻ കണ്ടിന്യൂ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമായിരുന്നു. അന്നിരുന്ന SI ഒരു നല്ല മനുഷ്യനായിരുന്നു. പുള്ളി എന്നും രാവിലെ അവരുടെ പരേഡിന്റെ സമയത്ത്, പോലീസിന് പരേഡുണ്ട് അവിടെ, എന്നും രാവിലെ സ്റ്റേഷനിൽ പരേഡ് ഉണ്ടായിരുന്നു. ആ SI ഉണ്ടായിരുന്ന സമയത്ത് എന്നും ആ പുള്ളി പറയുമായിരുന്നു, നമുക്ക് ആ ജോയിയുടെ കാര്യം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണം, എന്താന്ന് നോക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അന്നുണ്ടായിരുന്ന SI. ഇന്ന് അയാൾ റിട്ടയർഡ് ആയിട്ട് കാണും. ഇന്ന് അയാൾ മോസ്റ്റ്ലി ഇന്നിപ്പോൾ അയാൾ റിട്ടയർഡ് ആണ്. അയാൾ ഒരു നല്ല വ്യക്തിയായിരുന്നു. അയാളാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ മൊത്തം പറയുന്നത്. ആ ഇടിച്ച വണ്ടിക്ക് ഡോക്യുമെന്റ്സ് ഇല്ല. നമ്പർ 1, ആ ഇടിച്ച വണ്ടിക്ക് ഒരു ഡോക്യുമെന്റ്സും ഇല്ല. അത് അവിടുത്തെ മൂടഭദ്രയിൽ അറിയപ്പെടുന്ന ഒരാളുടെ വണ്ടിയാണ്. അയാൾ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു, ഇത് നിന്റെ പപ്പായ ഇടിച്ച ഇതിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലുണ്ട്. എൻ്റെ അടുത്ത് SI ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞു SI, ഇത് നിനക്ക് ഇൻഷുർ കിട്ടിയാൽ മതിയോ എന്ന് ചോദിച്ചു. ഓക്കെ, എന്നാൽ പിന്നെ ഏതൊക്കെയല്ല എൻ്റെ പപ്പയുടെ ജീവൻ നഷ്ടപ്പെട്ടു, എന്നാൽ പിന്നെ ഇൻഷുറെങ്കിലും എനിക്ക് ആക്കിത്താ. അപ്പം പറഞ്ഞു അവരുടെ കയ്യിൽ വേറെ വണ്ടിയുണ്ട്, ആ വേറെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് ഇൻഷുർ ആക്കി തരാം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ആ SI എൻ്റെ അടുത്ത് പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അതും ഇല്ല. ലാസ്റ്റ് അവർക്ക് വേറൊരു വണ്ടി, ഇതിൽ ഒരു കേസും ഇല്ല, ഇൻഷുറൻസോ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല? ഒന്നും ലഭിച്ചിട്ടില്ല. ഒന്നും എനിക്ക് ലഭിച്ചില്ല. ഇപ്പൊ ഈ സ്ഥലത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? 20 ഏക്കർ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ള സ്ഥലം ആരാണ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾക്കത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, എന്താണ് അവസ്ഥ? ആ 20 ഏക്കർ സ്ഥലം ഇന്നും ധർമ്മസ്ഥലത്ത് കൊളിഞ്ചലോടി എന്ന് പറയുന്ന സ്ഥലത്ത്, കല്ലകണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലം ഇപ്പോഴും അവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന, ഇപ്പൊ ദൃശ്യങ്ങൾ നിങ്ങൾ കാണിച്ച അതേ സ്ഥലമാണ്. അവിടെ ഇപ്പോഴും ആ സ്ഥലം നിലവിലുണ്ട്. അത് ധർമ്മസ്ഥലം വീരേന്ദ്ര ഹെഗ്ഡെയുടെ കൈവശം തന്നെ ഉണ്ട് ഇപ്പോൾ ആ സ്ഥലം. അതിനകത്ത് മൊത്തം റബ്ബർ നട്ടിട്ടുണ്ട്, റബ്ബർ കൃഷിയുണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത്. ആ 20 ഏക്കർ സ്ഥലം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതിന്റെ ഡോക്യുമെന്റ്സും പേപ്പറുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആ സ്ഥലം നിങ്ങളുടെ പേരിലാണുള്ളത്, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന വേറൊരു വ്യക്തി? അതെ, തീർച്ചയായിട്ടും. അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, കൈകാര്യം ചെയ്യുന്നത് മറ്റൊരാളാണ്. ഏതായാലും ഇപ്പോൾ പപ്പ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ്. ഇനി എന്താണ് ഈ സ്ഥലം നിങ്ങൾക്ക് തിരിച്ച് എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചോ? എന്താണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഇത്രയും 2018 നടന്നൊരു സംഭവമാണ്, എന്താണ് ഇപ്പോൾ ഈ സമയത്ത് ഒരു വെളിപ്പെടുത്തൽ നടത്താൻ കാരണം? സാറ്, അന്ന് ഈ പപ്പയുടെ ആക്സിഡന്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് എനിക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ട് എനിക്ക് ആരുമില്ല. അന്ന് ഞാൻ പേടിച്ച് കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സൗജന്യ വിഷയം വന്നു. സൗജന്യ വിഷയം ഇത്ര ഇഷ്യൂ ആയപ്പം ഓട്ടോമാറ്റിക്കായി എനിക്കും ധൈര്യം വന്നു. ഞാനിപ്പോൾ എൻ്റെ പപ്പയുടെ കാര്യം മാത്രമല്ല സാറേ പറയുന്നത്, സൗജന്യക്ക് ന്യായം കിട്ടണം, സൗജന്യക്ക് ജസ്റ്റിസ് കിട്ടണം. സൗജന്യക്ക് ജസ്റ്റിസ് കിട്ടിയാൽ എൻ്റെ പപ്പായ്ക്കും കിട്ടും, അതെനിക്ക് ഉറപ്പുണ്ട് സാറേ. സൗജന്യക്ക് ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ നീതി കിട്ടും സൗജന്യ കൊലക്കേസിൽ ഇത് ആയിന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും സാറേ, സൗജന്യക്ക് നീതി കിട്ടിയാൽ ധർമ്മസ്ഥലത്ത് അവിടെ എത്ര ആൾക്കാർ ഇതിനു മുമ്പ് മരിച്ചിട്ടുണ്ട്, എല്ലാവർക്കും നീതി കിട്ടും, അത് ഉറപ്പാണ്. സൗജന്യക്ക് നീതി ഫസ്റ്റ് കിട്ടണം, എന്നാൽ അവിടെ മരിച്ചിട്ടുള്ള ബാക്കി എല്ലാവർക്കും നീതി കിട്ടും. ഇത് ഉറപ്പായിട്ടുള്ള വിഷയമാണ് സാറേ. എന്താണ് നിങ്ങൾ ഇനി ഇതുമായി മുന്നോട്ട് ഏത് രീതിയിലാണ് കോടതിയിൽ സമീപിക്കാനാണോ, എന്താണ് നിങ്ങളുടെ തീരുമാനം? എൻ്റെ പപ്പയുടെ കേസ് റീ ഓപ്പൺ ചെയ്യിക്കും ഞാൻ. ഏതൊക്കെയായാലും ഞാൻ എൻ്റെ പപ്പയുടെ ആക്സിഡന്റ് കേസ് ഞാൻ റീ ഓപ്പൺ ചെയ്യിക്കും. അത് അന്ന് CC ക്യാമറ ഫൂട്ടേജ് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവർ, സ്റ്റേഷനിലൊന്നുമില്ല. എൻ്റെ പപ്പയുടെ ആക്സിഡന്റ് കേസ് എന്ന് പറഞ്ഞാൽ അൺനോൺ വെഹിക്കിൾ ഹിറ്റ് ആൻഡ് റൺ എന്നും പറഞ്ഞിട്ട് അവർ കേസ് ഫയൽ ക്ലോസ് ചെയ്തു. അതും പകൽ നടന്ന സംഭവമാണിത്. വൈകിട്ട് 4:30 5 മണിക്കും ഇടയ്ക്ക് നടന്ന സംഭവമാണിത്. അതും പബ്ലിക് റോഡിൽ വെച്ച് നടന്ന സംഭവമാണ്. എന്തുകൊണ്ട് ഇവർ അന്വേഷിച്ചില്ല? എന്നാൽ പിന്നെ അന്ന് SI എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ഇതിന്റെ ബാക്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന്. ആരാണ് ഇതിന്റെ സ്ട്രോങ് ആയിട്ട് ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ? ഇന്ന് ഞാൻ ധൈര്യമായിട്ട് ഞാൻ ചോദിക്കും. കാരണം ഇന്ന് എൻ്റെ കൂട്ടത്തിലും ആൾക്കാരുണ്ട്. ഇന്ന് എൻ്റെ കൂട്ടത്തിൽ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട്. ഇന്ന് ഞാനും ചോദിക്കും, എൻ്റെ പപ്പയെ കൊന്നത് ആരാണ്? എനിക്ക് അറിഞ്ഞേ പറ്റൂ.
എൻ്റെ പപ്പായി ആര് കൊന്നു, എന്തിനു കൊന്നു? ആരാണ് ഈ സുഭാഷ്? സുഭാഷ് എന്തിന് ഇതിനകത്ത് ഇടപെട്ടു? എൻ്റെ സുഭാഷ് എന്തിന് എൻ്റെ പപ്പായെ വിളിച്ചുകൊണ്ടിരുന്നു? സുഭാഷ് എന്തിന് എൻ്റെ പപ്പായെ വിളിച്ച് ടോർച്ചർ ചെയ്തു? ഇതാരാന്ന് എനിക്കറിയണം. തീർച്ചയായിട്ടും ഇത് അറിഞ്ഞേ പറ്റും. എന്താണ് ഇവിടുന്ന് ഈ 2018 കുടുംബം മൊത്തം ഇവിടുന്ന് പലായനം ചെയ്യാനിടയ സാഹചര്യം എന്താ? കാരണം നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ പോലും അതൊരു വാട്സാപ്പ് പോലും അത്ര രഹസ്യമാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു ഭയം അകത്തുണ്ട്. എന്താണ് ഈ പലായനം ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം? തീർച്ചയായിട്ടും സാറേ, എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അന്ന് മൂടുവത്തിലിരുന്ന എസ് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണ്, നിന്റെ ജീവനും ഭീഷണിയുണ്ട്, നീ ഈ മാറ്റർ ഇവിടെ തന്നെ ക്ലോസ് ചെയ്തോ, നീ ഇതിനെപ്പറ്റി സംസാരിക്കണ്ട, ഇത് നിനക്ക് പ്രോബ്ലം ഉണ്ട്. ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് മാത്രം ഞാൻ ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് ധൈര്യം വന്നു. ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ആളുണ്ട്, ഇന്ന് സൗജന്യ പോരാട്ടക്കാരുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, മഹേഷണ്ണനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് എനിക്ക് ധൈര്യം വന്നു. അത് കാരണം ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നു സാറേ. എന്തായാലും ഈ ഒരു നിയമ പോരാട്ടം തുടരും. നിങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളും ഇപ്പോൾ ഉണ്ട്. ആ കൈയടക്കി വെച്ചെടുക്കുന്നതും ഈ സ്ഥലം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കും? തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും സാറേ. ആ സ്ഥലം അത് എൻ്റെ ഫാമിലിയിലുള്ള ആരുടെ എല്ലാം പേരിലുണ്ട് സ്ഥലം. അത് എല്ലാവർക്കും അത് തിരിച്ചു കിട്ടിയേ പറ്റൂ. തിരിച്ചു പിടിക്കും സാറേ. അത് ഇതാണ് ഈ ധർമ്മസ്ഥലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല റിപ്പോർട്ടുകൾ ഇവിടെ നൽകിയിരുന്നു. അതിനപ്പുറം സംസാരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ കൂടുതൽ പേർ രംഗത്ത് വരുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മതിപ്പ് വില നിലവിൽ 20 കോടിയിലധികം വരുന്ന ഒരു സ്ഥലമാണ് ഇവരുടേത്. ഈ സ്ഥലമൊക്കെ ഇത്തരത്തിൽ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യം ഇവർക്കുണ്ടായി. ഈ കുടുംബസമേതം പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മലയാളിയാണ്, ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ് ഇവർ. എന്തായാലും ആ സ്ഥലം ഇപ്പോൾ മറ്റൊരാൾ കൈയടക്കി വെച്ചിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇവരുടെ ശ്രമം. ഏതായാലും ഇപ്പോൾ ഈ പോരാട്ടം ഇവരുടെ ശക്തമായതിനെ തുടർന്ന് കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ധർമ്മസ്ഥലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങളുടെ, ഒരുപാട് സഹോദരിമാരുടെ ഇത്തരത്തിൽ ചോര വീണ മണ്ണാണ്. ഈ മണ്ണിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി ഇത്തരത്തിൽ ധർമ്മസ്ഥലയിൽ നിന്നും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ തുടരുന്നു. പോലീസ് അന്വേഷണം വൈകുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാവുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ രംഗത്ത് വരുമെന്ന് തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റിയും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ബൈജു, അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അത്രത്തോളം മണി പവറുള്ള, പൊളിറ്റിക്കൽ ബാക്കപ്പ് ഉള്ള, ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത്തരത്തിൽ അവർ നേരിട്ട ക്രൂരത പുറത്തേക്ക് വന്ന് സംസാരിക്കുവാനുള്ള ധൈര്യമില്ല. പക്ഷെ നമ്മൾ ന്യൂസ് 18 ഈ വാർത്ത തുടരെ നൽകാൻ തുടങ്ങിയപ്പോൾ, നമ്മൾ ധൈര്യപൂർവ്വം ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ പോകാൻ ആരംഭിച്ചപ്പോൾ കൂടുതൽ ആളുകൾ രംഗത്തേക്ക് എത്തുകയാണ് ഇത്തരത്തിലുള്ള നിർണായകമായ വെളിപ്പെടുത്തലുമായി.